നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ സീസണിൽ ബാലൻ ഡിയോറിന് ഒസ്മാൻ ഡംബലയോളം അർഹതയുള്ള മറ്റൊരാളുണ്ടോ? പലരും ഫാൻ ബേസൊക്കെ വെച്ചുകൊണ്ട് പലതും പറയും. പക്ഷേ ഈ സീസണിലെ പെർഫോമൻസ് വെച്ച് നോക്കിയാൽ ഡംബലയെ വെല്ലാൻ മറ്റാരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ എവിടെയെങ്കിലുമല്ല, ബിഗ് മാച്ചുകളിൽ അദ്ദേഹത്തിൻ്റെ ബിഗ് പെർഫോമൻസ് വന്നിട്ടുമുണ്ട്. നമുക്ക് UCL ഫൈനലിൽ 2 അസിസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ വക. ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഒരു ഗോളാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഗോളും അസിസ്റ്റുമാണ്. സോ ഇത് അദ്ദേഹത്തിൻ്റെ സീസണാണെന്നേ, അതങ്ങ് സമ്മതിക്കുക. ഇപ്പോൾ PSG കോച്ച് ലൂയിസ് എൻറിക്കെ റയൽ മാഡ്രിഡിനെ വീഴ്ത്തിയതിന് ശേഷം ഒസ്മാൻ ഡംബലയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കണം. ഈ ടൂർണമെൻറ്റിൽ പരിക്കൊക്കെ കാരണം അദ്ദേഹത്തെ അവർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ബാലൻ ഡിയോറിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഈ ഒരു ടൂർണമെൻറ്റിൽ ഓസ്മാനെ ഞങ്ങൾക്ക് ഫ്രം ദി സ്റ്റാർട്ട് ഉപയോഗിക്കാൻ പറ്റിയ ആദ്യ സമയമാണിത്. അദ്ദേഹം ഇൻജോർഡായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ സീസണിലെ ബെസ്റ്റ് പ്ലെയർ അവനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം അവൻ അർഹിക്കുന്നുണ്ട്, കാരണം ക്ലബിന് വേണ്ടി അങ്ങനെയാണ് അവൻ പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ റിഗാർഡിങ് ബാലൻ ഡിയോർ, ഒരുപാട് പ്ലെയേഴ്സിന് അത് വിൻ ചെയ്യാൻ പറ്റും. യുണീക്ക് സ്കിൽസ് ഉണ്ടാവണം, പാസിങ്, ഡ്രിബ്ലിങ്, അതോടൊപ്പം തന്നെ ടീമിൻ്റെ വിജയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റണം. ഇതെല്ലാം ഉള്ളൊരു കളിക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ഡംബലയാണ്. സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം അതർ പ്ലെയേഴ്സ്. സോ അവനത് അർഹിക്കുന്നുണ്ട്. ആ പുരസ്കാരം അർഹിക്കുന്നത് ഓസ്മാൻ ഡംബലെ തന്നെയാണെന്ന് ലൂയിസ് എൻറിക്കെയും പറഞ്ഞു. പറയാൻ പല പേരുകളും നമ്മൾക്ക് ഇങ്ങനെ എണ്ണി പറയാൻ പറ്റും. റാഫീഞ്ഞ, ലാമിൻ യമാൽ, വിറ്റീഞ്ഞ, ഇങ്ങനെയൊക്കെ കുറേ പേരുകളൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇതവണ അത് ഓസ്മാൻ ഡംബലെയാണ് അർഹിക്കുന്നത് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അത് തന്നെയാണ് ലൂയിസ് എൻറിക്കെയും പറയുന്നത്. അപ്പോൾ എങ്ങനെയാ ആ ബാലൻ ഡിയോർ എടുത്ത് ഡംബലേക്ക് അങ്ങ് കൊടുക്കുകയല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലം നടന്ന് നമ്മൾ കണ്ടതാണല്ലോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.